നമ്മൾ ഹെൽത്തി പരമായിട്ട് ഒന്നുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് മുതൽ ഓട്ടം തുടങ്ങാൻ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ കാണുന്ന മുഖം എന്താ സംഭവം എന്ന് പറയാം, നമ്മളിവിടെ ഷഹദൂദുമലായി വന്നിക്കണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിന് വേണ്ടി പോയതെന്ന്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഉള്ളിൽ വരാം. എനിവേ അങ്ങനെ നമ്മൾ ഓട്ടം തുടങ്ങി. ഓൻ്റെ ഒപ്പം എത്താൻ നോക്കിയെങ്കിലും എനിക്ക് എത്താൻ കഴിഞ്ഞില്ല ഗൈസ്. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി. കുറച്ച് ഫ്രൂട്ട്സ് വേണം, കാരണം ഹെൽത്തി പരമായി കഴിക്കണമെങ്കിൽ എന്ത് വേണം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വേണം. പിന്നെ നിങ്ങൾ എന്നെ കണ്ടില്ലേ, ഞാനൊക്കെ വിയർത്ത് പോയി ഗൈസ്, അത്രയും ഞാൻ ഓടിയേക്കണേ. ചിലപ്പോൾ ഇനി പി ട്യൂഷൻ്റെ ഒപ്പം ഞാൻ ചിലപ്പോൾ എത്താനൊക്കെ ചാൻസ് ഉണ്ട്, അത്രത്തോളം ഉണ്ട്. കണ്ടോ, വിയർപ്പിൻ്റെ അടയാളമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മറ്റേ മരുപ്പച്ചി പോയിട്ട് ഒരു കരിക്കാണ് കുടിച്ച്, ഓൻക്കാണ് കൊടുത്തത്. അതെനിക്ക് ഇഷ്ടമായല്ലോ, ഞാനാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഓൻ കുറച്ച് കുടിച്ച് കഴിഞ്ഞേക്കണേ ഞാൻ ഓൻ്റെ വാങ്ങിയിട്ട് ഞാൻ കുടിച്ചു. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ മാത്രം ഇരിക്കേണ്ടി വരും കുടിക്കാതെ. അങ്ങനെ ഓനെ നോക്കുന്നുണ്ടോ ഞാൻ അത് ഫുള്ള് കുടിക്കണ്ടോന്ന്, പക്ഷേ ഓനക്ക് കൊടുത്തില്ല, ഫുള്ള് ഞാൻ കുടിച്ചു. പിന്നെ ഇത് കണ്ടോ, ഓല വെട്ടുകത്തി പോലത്തെ ഒരു കത്തി. ഇതൊന്നും നമ്മളന്മാരെ കാണണ്ട, നമ്മളന്മാരെ കണ്ടത് വേണമെന്ന് പറയും, കാരണം സിമ്പിളാണ്. കണ്ടോ, ഓനൊന്ന് വെക്കുമ്പോഴത്തേന് സാധനം മുറിയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള കാമ്പുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് മാത്രമേ കാമ്പ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓനത് കഴിക്കാണെന്ന് കണ്ടിട്ട് ഞാൻ മറ്റേ സാധനം പിടിച്ചു നിന്നു, അഥവാ കിട്ടിയിട്ടില്ലെങ്കിലോ ഒന്ന്. പക്ഷെ പാവം ഓൻ എനിക്ക് തന്നു ഗൈസ്. അങ്ങനെ മറ്റേത് ഞാൻ ഓനക്കും കൊടുത്തു, പാവല്ലേ, ഓനക്ക് മാത്രം കിട്ടാതിരിക്കരുതല്ലോ. അങ്ങനെ നമ്മൾ ചേട്ടനോട് പോയിട്ട് ഓരോ അവൽ മിൽക്കാണ് കുടിച്ചു. ഇതാണ് നമ്മളെ ഹെൽത്തി ഡേ. അപ്പോൾ ഇത്രേ ഉള്ളൂ.